ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പഴനിയിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ്. ഞങ്ങളിതാ ബസ്സിൽ കയറി പിന്നെ നേരെ കൊടുങ്ങല്ലൂരോട്ടായിരുന്നു ഞങ്ങൾ പോയത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒന്നും ഇതിനകത്ത് കുറച്ചേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സമയം കിട്ടില്ല, ഞാൻ മാത്രം എടുക്കുന്നത് കൊണ്ട് ഇതിലെന്നെ കാണാനും പറ്റത്തില്ല. ഇനി ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പോവാണ്. പോയിട്ട് തിരിച്ച് വരുന്നത് എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ പിന്നീട് അകത്തേക്കാണെങ്കിൽ അവർ മൊബൈൽ കയറ്റി വിടത്തില്ല, ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു ഇറങ്ങി. പിന്നെ ഇറങ്ങുന്നതും ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇതായിരുന്നു. പിന്നെ ഗുരുവായൂർ ചെന്നിട്ടുള്ള വീഡിയോ ആണത്. ഗുരുവായൂർ ചെന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 7:30 ആയപ്പോൾ അവിടെ ജീൻസ് ഇട്ട് അകത്ത് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളെ കയറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പാവാടയും ബ്ലൗസും അവിടെ നിന്ന് തന്നെ ഇട്ടു. ചെന്നപ്പോഴത്തേനും ക്യൂവിൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നേരെ പഴനിയിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ എത്തി. നേരെ അവിടെ ചെന്നു. പിന്നെ റൂം എടുത്തു. റൂമൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ. വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാലും നമുക്ക് മുരുകൻ്റെ പഴനി കാണാമായിരുന്നു. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു യാത്ര. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു വെളുപ്പിന് കുറച്ച് സമയം ഇരിക്കേണ്ട വന്നുള്ളൂ. പിന്നെ വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പം മുട്ടയടിക്കാനായിട്ട് താഴെ ആളുകൾ വന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതേ അമ്മുക്കുട്ടിയുടെ മുടി മുട്ടയടിക്കാൻ പോവാണേ. ഞങ്ങൾ ആദ്യം വിചാരിച്ച അവൾ നല്ല പ്രശ്നമായിരിക്കും, ഒട്ടും സമ്മതിക്കത്തില്ലായിരിക്കും. ഇതിന് മുന്നേ ചെയ്ത കുട്ടികളുടെ മുടിയാണെങ്കിൽ മുടി കളയുന്ന സമയത്ത് അവർ നല്ല ബഹളമായിരുന്നു. അത് അമ്മൂസിനെക്കാട്ടും കുഞ്ഞു മക്കളായിരുന്നേ. അവൾ നല്ല ബഹളമായിരുന്നു. ആ ബഹളം വെച്ചിട്ട് ഓർത്തു എല്ലാവരും വിചാരിച്ച് അവൾ ഒട്ടും സമ്മതിക്കത്തില്ല എന്നായിരുന്നു. പക്ഷേ നല്ല മിടുക്കിയായിട്ട് അവൾ ഇരുന്ന് കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞേ. ആ മുടി പോയി കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് നല്ല ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. ഈ മുടി കളയാനായിട്ട് ബ്ലേഡ് എടുക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവളിനി സമ്മതിക്കത്തില്ല, കൈ തട്ടി മാറ്റുമെന്നൊരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവൾ ഇരുന്ന് കൊടുത്തു കേട്ടോ. നന്നായിട്ട് അവരെടുത്തു. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ചിലരെടുത്താൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചില കുട്ടികളുടെ എടുത്തിട്ട് അവർ മൊത്തത്തിൽ എടുക്കാറില്ല. എന്നുവെച്ചാൽ ഒരു ചെറിയ അവർ തീരെ പറ്റി എടുക്കത്തില്ല, എടുത്തത് ശരിയായില്ല അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ അവളുടെ മുടി എടുത്തു തന്നു കേട്ടോ. അവളുടെ ആ മുടി ദേഹത്ത് വീണതിൻ്റെ ഒരു ഈർച്ച ഉണ്ട് അവൾക്ക്. എന്നിട്ട് അവൾ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. വീഡിയോ ഫോൺ വെച്ച് കൊടുക്കാറില്ല, അതുകൊണ്ട് ഫോണൊന്നും ആശടിക്ക് വേണ്ട. അങ്ങനെ അധികം ഫോണിനോട് അഡിക്റ്റുള്ള ആളൊന്നുമല്ല, കരയാതിരിക്കാനും ഒന്ന് നോക്കിയിരിക്കാനും. പക്ഷെ കുഞ്ഞെന്തോ അടക്കിയിരുന്നു. അത്രയും മുടി കളയുന്നത് കൊണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. വളർന്ന് അത്രയും നീളം വെച്ചിട്ടുള്ള മുടിയല്ലായിരുന്നു. എനിക്ക് പെൺകുട്ടികളുടെ മുടി വേണം വെട്ടിക്കളയരുതെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് എൻ്റെ നേർച്ച കൊണ്ട് തന്നെയായിരുന്നു ഞാനത് മുടി മുറിക്കാൻ ഈ മുട്ടയടിക്കേണ്ട സാഹചര്യം വന്നത്. അവസാനം മുട്ടയടിച്ചു കഴിയാറായി. കുറച്ചും കൂടെ ഉള്ളു. എന്തായാലും അവളുടെ ദേഹമൊക്കെ മുടിയായത് അവർ വരുന്ന ആൾക്കാർ കണ്ടില്ല. അവരും പറഞ്ഞു നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരുന്നു. വേറെ വല്ല കുട്ടിയായിരുന്നെങ്കിൽ, കാരണം ഇത്രയും 2.5 വയസ്സായില്ലേ, അപ്പോൾ അവൾക്കറിയാലോ മുടി മുട്ടയടിക്കാൻ പോവാണ്. മുടി മുട്ടയടിക്കുന്ന കാര്യം നേരത്തെ ചോദിക്കുമ്പോഴൊന്നും അവൾ ഇല്ല മുടി മുട്ടയടിക്കാൻ സമ്മതിക്കില്ലെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴും എനിക്കൊരു സങ്കടം തോന്നി. മുടി പോകുമ്പോഴേ അവളുടെ മുടിയുടെ ആ ഒരു സ്ട്രെങ്ത് അത്രയും ആയിരുന്നു.
അവസാനം മുട്ട അടിച്ച് കഴിഞ്ഞു, സുന്ദരിയായി. മുട്ട അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മുടി പോയി കഴിയുമ്പോൾ മമ്മൂസിൻ്റെ മുഖം ഒരു വല്ലാണ്ടായി കാണുമെന്ന്. പക്ഷേ ആൾക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, ചേട്ടന് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു മുട്ടക്കുട്ടിയായി. നല്ല മിടുക്കിയായിട്ടിരുന്നു. പിന്നെയും പുള്ളി പറ്റയായിട്ടുള്ളതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് നോക്കിയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവസാനം എന്ത് ചെയ്യും, ഞങ്ങൾ റൂമിലേക്ക് പോവാണേ. മുട്ടയടിച്ചു. ഇനി അവളുടെ ചേൻ്റെ നാത്തൂനും അമ്മയൊക്കെ അവിടെ ഉണ്ട്, അവരെ കാണിക്കാനായിട്ട് ഞങ്ങൾ പോവായിരുന്നു. അവിടെ നിന്ന് ബാക്കി ഞങ്ങൾ പിറ്റേ ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം പിറ്റേ ദിവസം ഒരു ദിവസം പളനിയിലേക്കുള്ള ഫോൺ കയറ്റി വിടത്തില്ലല്ലോ. പക്ഷേ മിക്കവരും കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അതിന് പോയി. ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ ആ ദിവസം. പിന്നെ ഞങ്ങൾ തട്ടുകടയിൽ പോയി വൈകിട്ട് അവിടെ നിന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടനും കൂടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ദോശ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ തട്ടുകട നല്ല സ്നേഹമുള്ള പുള്ളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഇത്രയുള്ള ദോശയല്ല അവരുണ്ടാക്കുന്നത്. പക്ഷെ നല്ല സ്പെഷ്യലായിരുന്നു. ഞാൻ കഴിച്ചിട്ട് കൊള്ളായിരുന്നു. നല്ല നമ്മളെ മടിപ്പിക്കത്തില്ല, നല്ലൊരു രീതിയിലായിരുന്നു. ചിലരുണ്ടല്ലോ, ചിലർ മലയാളികളാണെന്ന് കാണുമ്പോൾ തന്നെ ചിലർക്ക് ഒരു ഇതായിരിക്കും, അവർ അധികം സംസാരിക്കാനോ ഇതൊന്നും വരാറില്ല. പക്ഷേ ഈ പുള്ളി അങ്ങനെയല്ല, നല്ല ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. ഞങ്ങളതേ റൂമിലേക്ക് പോവാണേ. ഏറ്റവും മുകളിലായിപ്പോയി. ഇനി അവിടം വരെ സ്റ്റെപ്പ് കയറണം. നല്ല നടപ്പുണ്ടായിരുന്നേ. ഞങ്ങൾ പഴനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് റൂം കിട്ടിയത്. RVS എന്ന് പറയുന്ന റൂമാണ് കിട്ടിയത്, ലോഡ്ജാണ് കിട്ടിയത്. ദോശ മേടിച്ചു. അതേ റൂമിലേക്ക് കയറാൻ പോണേ. അമ്മൂസും മീനക്കുട്ടിയും കൂടെ നല്ല കളിയായിരുന്നു. ദോശ കണ്ടപ്പോൾ അവർ കഴിക്കാൻ വന്നു. പിന്നെ ദേ അമ്മക്കുട്ടിയുടെ ചാട്ടമാണ് കാണുന്നത്. മുട്ടയടിച്ച് കണ്ണാടി നോക്കി നിന്ന് ഡാൻസ് കളിക്കുന്നു. ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് പിന്നെ പറയണ്ട. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പം വണ്ടിയിൽ കയറി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ച് പോകുമ്പോഴാണ് ഞങ്ങൾ ചോറ്റാനിക്കര കയറുന്നത്. അവിടെ കയറി ഞങ്ങളതേ പോകാൻ നിൽക്കുകയാണ്. ഞാനും അമ്മൂസും നേരത്തെ കയറിയിരുന്നു. ചൂട് കാരണം വെളിയിൽ നിൽക്കാൻ മേലായിരുന്നു. വെളിയിൽ ആരും ഇല്ല, അവർ വരുന്നതേ ഉള്ളായിരുന്നു. ഞാനും അമ്മക്കുട്ടി നേരത്തെ കയറിയിരുന്നു. അവരും വെളിയിൽ വണ്ടി എടുക്കുമ്പോൾ കയറാൻ ഞങ്ങൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആദ്യം ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് തിരഞ്ഞ് നടക്കുമായിരുന്നു. അത് കാരണം ഒരു മണിക്കൂറോളം ഞങ്ങളവിടെ നിൽക്കേണ്ട വന്നു പോകാതെ. പിന്നെ അവസാനമാണ് വണ്ടിയിൽ ഇരിപ്പുണ്ടായിരുന്നു ഫോണെന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കിട്ടിയത്. ഞങ്ങളത് എന്നിട്ട് അവിടെ നിന്ന് കയറി. തമിഴ്നാട് കഴിഞ്ഞില്ല, അമ്മൂസ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായി കേട്ടോ. അവിടെ നിന്ന് നല്ല ഒരു വൃത്തിയുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ് തമിഴ്നാട്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും സന്തോഷം തോന്നിയത് കേട്ടോ. പോയവർക്ക് ഇതെന്താണ് കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമായിട്ട് തോന്നും. പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു തമിഴ്നാട്ടിൽ പോയി എന്നൊരിത് തോന്നിയത്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചോറ്റാനിക്കരയിലാണ് വന്നത്. പിന്നെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കുന്നത് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. ചോറ്റാനിക്കരയ്ക്ക് അകത്തേക്ക് ഫോൺ അലോഡല്ല, അതിനെ ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ അവിടെ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന വീഡിയോ ആയാൽ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണേ. ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കയറി നേരെ വീട്ടിലോട്ട്. ബാക്കിയുള്ള വീഡിയോ ഒന്നും